ശരീരത്തെ അടക്കി വാഴുവാൻ എപ്പോഴും പാപവും പാപസ്വഭാവവും നമ്മെ പ്രേരിപ്പിക്കുകയും ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, ഞാൻ നന്മ ഇച്ഛിക്കുന്നു, ഇച്ഛിക്കാത്ത തിന്മ എന്നിൽ സംഭവിക്കുന്നു. പിന്നെയും സദൃശ്യവാക്യം 25:28, ആത്മസംയമനമില്ലാത്ത പുരുഷൻ മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെ ആകുന്നു. അത് നാം ചിന്തിക്കുമ്പോൾ നാം അറിയേണ്ടുന്നത്, മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം എന്നത് നാം വ്യക്തമായി ഗ്രഹിക്കുക. എപ്പോഴും ആർക്കും എങ്ങനെയും കയറി നമ്മെ നശിപ്പിച്ച് കളയുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് നാം തീരുകയാണ് ചെയ്യാറുള്ളത്. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തെ, അവയവങ്ങളെ എപ്പോഴും നിയന്ത്രിക്കുന്നവരായി നാം നിൽക്കുകയും പാപത്തോട് പോരാടുകയും പാപസ്വഭാവത്തോട് നാം അകന്നു നിൽക്കുവാൻ തക്കവണ്ണം സ്വയം ശ്രമിക്കുകയും ചെയ്യണം. പാപം എപ്പോഴും നമ്മെ ഭരിക്കുവാനും നിയന്ത്രിക്കുവാനും അതിൻ്റെ സുഖലോലുപതകൾ അനുഭവിക്കുവാനും നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾ പലപ്പോഴും നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. എന്നാൽ അതിൻ്റെ മുമ്പിൽ നാം തോറ്റുപോകുകയല്ല ചെയ്യേണ്ടുന്നത്. പിന്നെയോ ദൈവവചനം പറയുന്നു, അംഗം പൊരുതുന്നതിനൊക്കെയും സകലത്തിലും വർജനമായിരിക്കുന്നു. ഇതാ അവർ വാടുന്ന കിരീടത്തിനായോ നാം വാടാത്ത കിരീടം പ്രാപിക്കേണ്ടതിനായോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതെ, ലോകത്തിൽ ഉള്ളവർ വാടുന്ന കിരീടത്തിനായി ശ്രമിക്കുമ്പോൾ നാം ഓടുന്നതും അധ്വാനിക്കുന്നതും വൃഥാവായി തീരാതിരിക്കത്തക്കവണ്ണം നമുക്കൊരു തിരിച്ചറിവ് വേണം. നാം വാടാത്തതിനു വേണ്ടി, എന്നേക്കും നിലനിൽക്കുന്നതും നിത്യവുമായ ഒന്നിനു വേണ്ടി നാം ശ്രമിക്കുന്നു. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം, അവൻ ഏശാവ് പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ചു, കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു, മാനസാന്തരത്തിന് ഇടകണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അതെ, ഏശാവ് ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിട്ടുകളഞ്ഞ് അവൻ്റെ നന്മയെ തകർത്ത് കളഞ്ഞു. അതവൻ്റെ മോഹം അവനെ വല്ലാതെ തകർത്ത് കളഞ്ഞു. പിന്നത്തേതിൽ അത് അവൻ ആഗ്രഹിച്ചിട്ടും അത് ലഭ്യമാകുവാൻ കഴിഞ്ഞില്ല. അതെ, ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന നന്മകൾ, അവസരങ്ങൾ, മുഖാന്തരങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ വ്യക്തമായി ദൈവനാമത്തിൽ ഉപയോഗിക്കുവാൻ തക്കവണ്ണം നമ്മെ തന്നെ സമർപ്പിച്ച് ദൈവഹിതത്തിനായി ഏൽപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.